നമുക്കിന്നേ നല്ലൊരു മീൻ പറ്റിച്ചത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മീൻ മുളകിട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിനായിട്ടേ നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തൊരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം, അതൊന്ന് കുതിരാനായിട്ട്. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ 4 പീസ് കുടംപുളി ഇട്ടുകൊണ്ട് അതൊന്ന് കുതിരാൻ വെക്കാം. ഇത് കുതിരുന്ന് തന്നെ നേരം കൊണ്ട് നമുക്കൊരു മൺചട്ടി എടുത്ത് സ്റ്റൗമ്മ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അത് നന്നായി വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിക്കുകയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അത് മൂത്ത് കഴിയുമ്പോൾ കുടംപുളി ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് 1 കിലോ മീനാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ കേരയാണ് കേട്ടോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കേരമീനാവുമ്പോൾ നല്ല കഷ്ണവും കിട്ടും, പിന്നെ വറ്റിച്ച് വെക്കാനായിട്ട് ഏറ്റവും നല്ലതുമാണ്. അതുപോലെ ഇത് തിളച്ച് വരുമ്പോൾ അധികം ഇട്ട് ഇളക്കാതിരിക്കുക, കാരണം കൂടുതൽ നേരം ഇളക്കി കഴിഞ്ഞാൽ ഇത് വെന്ത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മീതെ കുറച്ച് വേപ്പിലയും ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് വാങ്ങി വയ്ക്കാം.